നമസ്കാരം. ഇസ്രയേലിന്റെ കടന്നാക്രമണം കടുത്തതോടെ ഗാസയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം. സ്ത്രീകളുടെ കാര്യം പറയുകയേ വേണ്ട. കുട്ടികളും സ്ത്രീകളും പലവിധ ബുദ്ധിമുട്ടുകളാണ് അവിടെ അനുഭവിക്കുന്നത്. അറുതിയില്ലാത്ത ദുരിതം തന്നെയാണ് അവിടെയുള്ളവർ അനുഭവിക്കുന്നത് എന്നുള്ളത് ഒരു നെഞ്ചു നീറ്റുന്ന സത്യം തന്നെയാണ്. അത്തരത്തിൽ നെഞ്ചു നീറ്റുന്ന റിപ്പോർട്ടുകളാണ് ഓരോ മിനിറ്റിലും ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു യുദ്ധവും മനുഷ്യരാശിക്ക് ഗുണകരമായി തീർന്ന ചരിത്രമേയില്ല. ദാരിദ്ര്യവും ആക്രമണങ്ങളും മരണങ്ങളും രോഗങ്ങളും മാത്രമായി എല്ലാ സ്വപ്നങ്ങളും ആശകളും നശിച്ച് കൈക്കുമ്പിളിൽ നിന്ന് ജീവിതം ചോർന്നു പോകുന്നത് നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ ഓരോ യുദ്ധഭൂമിയിലും കാണാം. വീടും നാടുമൊക്കെ വിട്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ടെന്റുകളിൽ ഏതു നിമിഷവും മരണമെത്തുന്നതും കാത്ത് കഴിയേണ്ടി വരുന്നവർ. ഈ കെടുതികളുടെ എല്ലാം ഏറ്റവും ഭീകരമുഖം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെ. ഗാസയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വൈദ്യസഹായമില്ലാതെ പ്രസവിക്കേണ്ടി വരുന്ന അമ്മമാരുടെ ഭയങ്ങൾക്കും ആഹാരം പോലുമില്ലാതെ അസുഖം ബാധിച്ച് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതങ്ങൾക്കും ഇവിടെ അവസാനമില്ല. യുദ്ധം ഗാസയിലെ സ്ത്രീകൾക്ക് സമ്മാനിച്ചത് ശുചിത്വമില്ലാത്ത ആർത്തവകാലവുമാണ്. പാഡുകൾ ലഭിക്കാറേയില്ല. പഴയ വസ്ത്രങ്ങളും ടവലുകളും, എന്തിനേറെ താമസിക്കുന്ന ടെന്റുകളുടെ വശങ്ങൾ മുറിച്ചെടുത്തു വരെ പാഡിന് പകരം ഇവർ ഉപയോഗിക്കേണ്ടി വരുന്നു. വെള്ളമോ ടോയ്ലറ്റോ ഉപയോഗിക്കാനാവാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ആർത്തവം ഉണ്ടാകാതിരിക്കാനുള്ള ഗുളികൾ വാങ്ങിക്കഴിക്കുന്നവരും ഏറെയാണ്. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന ക്ലീനിംഗ് വസ്തുക്കൾ കയ്യിലെ അവസാന സമ്പാദ്യവും നൽകി വാങ്ങുന്നവരുമുണ്ട്. എന്നാൽ ഗുണനിലവാരമില്ലാത്ത ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം അപകട ഭീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർത്തവകാലത്ത് ശുചിത്വമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതാണ് സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണി. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം വരും ആഴ്ചകളിലും മാസങ്ങളിലുമായി ഗാസയിൽ 5500-ൽ പരം ഗർഭിണികളാണ് പ്രസവത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നത്. ഏറ്റവും അധികം പരിചരണവും ശ്രദ്ധയും പോഷകാഹാരവും ലഭിക്കേണ്ട ഈ സമയത്ത് ജീവൻ നിലനിർത്താൻ പലയിടങ്ങളിലേക്ക് മാറി താമസിച്ചും ഭക്ഷണവും വെള്ളവും തേടി അലയുകയുമാണ് ഇവരുടെ ജീവിതങ്ങൾ. ഗർഭിണികളിൽ 95%-നും കഴിക്കാൻ വേണ്ടത്ര ആഹാരം ലഭിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആക്രമണങ്ങളിൽ സാരമായി പരിക്കേറ്റവർക്ക് പോലും വേണ്ട ചികിത്സയൊരുക്കാൻ സാധിക്കാതെ വരുന്നത് പോലും ആശുപത്രികളിൽ ഗർഭിണികൾക്ക് പരിചരണവും പ്രസവ സഹായവും നൽകാനാവാത്ത അവസ്ഥ. ഏതെങ്കിലും സാഹചര്യത്തിൽ ആശുപത്രിയിൽ പ്രസവം നടന്നാൽ ഒരു ദിവസം പോലും തങ്ങാനാവാതെ തിരികെ മടങ്ങണം. കഴിഞ്ഞ 9 മാസങ്ങൾക്കിടയിൽ ഗാസയിൽ 50,000 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെന്ന് സേവ് ദി ചിൽഡ്രൻ എന്ന സംഘടന പറയുന്നു. അടിക്കടി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറ്റേണ്ട അവസ്ഥയുള്ളതിനാൽ യാത്രാമധ്യേ പ്രസവം നടക്കുമോ എന്ന ആശങ്കയിലാണ് ഗർഭിണികൾ. ഇതുമൂലം പലരും സ്വയം പ്രസവം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. പ്രായമെത്താതെയുള്ള ജനനങ്ങൾ ഗാസയിൽ ഇന്ന് പുതുമയല്ല. ഇത്തരത്തിൽ മാസം തികയാതെ ഒറ്റ പ്രസവത്തിൽ ജനിച്ച 3 കുഞ്ഞുങ്ങളുമായി ടെന്റിൽ കഴിയുന്ന ഒരമ്മയാണ് യാസ്മിൻ ഗുവൈറ്റർ. യുദ്ധം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് താൻ ഗർഭിണിയാണെന്ന വിവരം യാസ്മിൻ അറിഞ്ഞത്. അഭയാർത്ഥി ടെന്റുകളിൽ മാറി മാറി താമസിക്കുന്നതിനിടെ പലപ്പോഴും വൈദ്യസഹായം തേടേണ്ടി വന്നെങ്കിലും ആശുപത്രികളിൽ മരുന്നുകൾ പോലും ലഭ്യമായിരുന്നില്ല. ഒടുവിൽ 7-ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത്. രക്തസ്രാവം തടയാൻ വേണ്ടത്ര മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യവും നേരിടേണ്ടി വന്നു. അങ്ങേയറ്റം ഗുരുതരമായ ഈ ആരോഗ്യ പ്രശ്നം നേരിടുമ്പോഴും മാസം തികയാതെ ജന്മം നൽകിയ 3 കുഞ്ഞുങ്ങളുമായി ടെന്റിൽ കഴിയുകയാണ് യാസ്മിൻ. ഇത് ഒരാളുടെ മാത്രം കഥയല്ല. ഇതിലും ഭീകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന 10,000-കണക്കിന് അമ്മമാരെ അഭയാർത്ഥി ടെന്റുകളിൽ കാണാം. ആഹാരമോ വെള്ളമോ വൈദ്യുതിയോ ലഭ്യമല്ലാത്തതിന് പുറമെ വ്യക്തിശുചിത്വം കാത്തുസൂക്ഷിക്കാൻ പോലും സാധിക്കാത്തതാണ് സ്ത്രീകളും കുട്ടികളും നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ കിട്ടാക്കനി.
ആഴ്ചകളായി മക്കളുടെ ശരീരം വൃത്തിയാക്കാനാകാതെ വിഷമിക്കുന്ന അമ്മമാരുമുണ്ട്. ഇതുമൂലം കുഞ്ഞുങ്ങൾക്കിടയിൽ ഗുരുതര ത്വക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. മറ്റൊരു മാർഗവുമില്ലാതെ വന്നതോടെ വെറും മണൽ കുട്ടികളുടെ ദേഹത്ത് ഉരച്ച് അഴുക്ക് നീക്കം ചെയ്യുകയാണ് ഇവിടുത്തെ അമ്മമാർ. അതിനുശേഷം ശരീരം കഴുകാൻ കടൽ ജലവും ഉപയോഗിക്കും. മലമൂത്ര വിസർജനത്തിന് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങൾ നിർബന്ധിതരായതോടെ ഈ മണൽ പോലും മലിനമാണെന്നതാണ് ഭയാനകമായ വസ്തുത. വസൂരി ബാധിച്ച മകൻ വേദനിച്ചു നിലവിളിക്കുമ്പോഴും ഒരു സഹായവും നൽകാനാവാതെ കണ്ടു നിൽക്കേണ്ടി വന്നത് 100 ആവർത്തി മരിച്ചതിന്റെ വേദനയാണ് നൽകിയതെന്ന് ഒരമ്മയുടെ വാക്കുകൾ. രോഗത്തിൽ നിന്ന് മുക്തി നേടിയ മകന് ഇനി ഒരിക്കലും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചാണ് ശരീരം ശുചിയാക്കാൻ വെറും മണലിനെ ആശ്രയിച്ചത്. കുളിക്കാൻ മാത്രമല്ല, പാത്രം കഴുകുന്നതിന് മണലാണ് ഇവിടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. വ്യക്തി ശുചിത്വം കാത്തു സൂക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ലാത്തതുമൂലം നൂറുകണക്കിന് മാരക രോഗങ്ങൾ അഭയാർത്ഥികൾക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ഗാസയിലെ മെഡിക്കൽ സംഘടനകളും സ്ഥിരീകരിക്കുന്നുണ്ട്. നന്ദി.